ഹലോ, ഇന്ന് നമുക്ക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സോൾവ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വിച്ച് എവറി ടേം കണ്ടെയ്ൻസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഇവിടെ യു ആണ് എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എല്ലാ ടേമിലും യു അല്ലെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡോ യു ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ വൈ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലെ ഓരോ ടേമിലും എല്ലാ ടേമിലും യുവോ അതിൻ്റെ ഡെറിവേറ്റീവ്സോ ഫസ്റ്റ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, വി ആർ ആസ്ക്ഡ് ടു സോൾവ് 4 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു യു. ഇത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് യു എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ഓൾസോ. അപ്പോൾ യു എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ വൈക്ക് പകരം ടി എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി എന്ന് പറയാം. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. നമുക്കിവിടെ എന്താണോ വേരിയബിൾസ് തന്നിരിക്കുന്നത് ആ ടേംസിൽ വേണം നമ്മൾ ഇക്വേഷൻസ് എഴുതി പോകാൻ. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി അസ്യൂം ദ സൊല്യൂഷൻ യു ആസ് ക്യാപിറ്റൽ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എക്സ് മീൻസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. വൈ ഓഫ് വൈ മീൻ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. അതായത് യു എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ വി അസ്യൂം ദാറ്റ് യു ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് വൈ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ യു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ എന്ന് മാത്രം എഴുതിയാലും മതി. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എക്സും ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് വൈയും. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 1 ടേംസ് നോക്കുക. 4 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് ഡോ യു ബൈ ഡോ വൈ. അതായത് നമ്മൾ ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കണ്ടുപിടിച്ച് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ യു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണല്ലോ. ക്യാപിറ്റൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എന്ന് പറയുന്നത് പോലെ ക്യാപിറ്റൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ. അപ്പോൾ ക്യാപിറ്റൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എക്സ് ഡാഷ് ഇൻറ്റു വൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എക്സ് ഡാഷ് ഇൻറ്റു വൈ. അതേപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈ എന്ത് കിട്ടും? തിരിച്ച് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വൈ ഡാഷ്. അപ്പോൾ നമുക്ക് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും കിട്ടി. ഇത് രണ്ടും നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ 1 എന്താണ്? 4 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഈസ് എക്സ് ഡാഷ് വൈ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈസ് എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു യു എന്നുണ്ട്. യു എന്താണ്? എക്സ് വൈ. അപ്പം നമ്മൾ യുവും യുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ടേംസും ഫസ്റ്റ് ഇക്വേഷനിൽ ഗിവൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ആർ നൗ ട്രൈങ് ടു സെപ്പറേറ്റ് ദ വേരിയബിൾസ്. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സിൻ്റെ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുക, വൈയുടെ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക. അതിനുവേണ്ടി നമുക്ക് പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി. അതായത് ഞാനിപ്പോൾ ഇവിടെ -3xy എന്ന 3xyനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഈ എക്സ് വൈ ഡാഷിനെ വേണമെങ്കിൽ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ജസ്റ്റ് ഈ 3xyനെ ലെഫ്റ്റിലോട്ട് എടുത്തു, എക്സ് വൈ ഡാഷിനെ റൈറ്റിലേക്ക് എടുത്തു. ഇപ്പോൾ ഈ രണ്ട് ടേമിലും വൈ കോമൺ ആണ്. സോ വൈ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ആൻഡ് വാട്ട് റിമെയിൻസ് ഇൻസൈഡ് ഈസ് 4x ഡാഷ് മൈനസ് 3x ഈസ് ഈക്വൽ ടു -x y ഡാഷ്. എഗെയിൻ ഈ റൈറ്റിലുള്ള എക്സിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, ലെഫ്റ്റിലുള്ള വൈനെ റൈറ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വാട്ട് വി ഗെറ്റ് ഈസ് 4x ഡാഷ് മൈനസ് 3x ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ.
ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നമുക്ക് മൈനസും കോൺസ്റ്റൻറ്റും ഒക്കെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. മൈനസ് വൈ ഡാഷ് ഡിവൈഡഡ് ബൈ വൈ. ഇപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ആയല്ലോ. എക്സിൻ്റെ ടേംസ് മാത്രം ഒരു സൈഡിലും വൈയുടെ ടേംസ് മാത്രം അടുത്ത ഓപ്പോസിറ്റ് സൈഡിലും. ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. ഇത് വേറെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 3xy മൈനസ് xy ഡാഷിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം സോ യു ഹാവ് 2 പോർഷൻസ് ഹിയർ, വൺ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെയും വൈയുടെയും 2 പോർഷൻസ് ഈക്വൽ ആവുന്നത് അതൊരു കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആകുമ്പോഴായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ റേഷ്യോസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഓരോ ഇക്വേഷൻസും സെപ്പറേറ്റ് എടുത്ത് സോൾവ് ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡിൽ എടുക്കുക. ഫസ്റ്റ് നമുക്ക് 4x ഡാഷ് മൈനസ് 3x ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു കെ എന്നെടുക്കാം. ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് എടുത്ത് സോൾവ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് ഇതിന് നമുക്കൊരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതാം. 4x ഡാഷ് മൈനസ് 3x ഈക്വൽ ടു കെ എക്സ്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് റൈറ്റ് സൈഡിൽ 0 ആകുന്ന രീതിയിൽ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാം. ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4 ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് ഇവിടെ നമുക്ക് എക്സ് പുറത്തെടുക്കുകയാണെങ്കിൽ 3 പ്ലസ് കെ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്ന് വരും അല്ലേ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതായത് y2 ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഹോമോജനസ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മളതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതും. അതായത് y2 ഡാഷിന് m² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, y ഡാഷിന് m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, yക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ y2 ഡാഷ് എന്ന് പറയുന്ന m²ഉം a ഇൻറ്റു y ഡാഷ് എന്ന് പറയുന്ന m-ഉം y എന്ന് പറയുന്നത് 1ഉം ആവും. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ ഇക്വേഷന് 2 റൂട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ 2 റൂട്ട്സ് കണ്ടുപിടിച്ചാൽ സപ്പോസ് ആ റൂട്ട്സ് r1ഉം r2ഉം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ m1ഉം m2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് m1ഉം m2ഉം കിട്ടും. 2 റൂട്ട്സ് ഉണ്ടാവുമല്ലോ. ആ റൂട്ട്സ് രണ്ടും റിയൽ നമ്പേഴ്സും ഡിഫറെൻറ്റ് നമ്പേഴ്സുമാണ് കിട്ടുന്നതെങ്കിൽ നമ്മളിതിൻ്റെ സൊല്യൂഷൻ എഴുതുക. y ഈസ് ഈക്വൽ ടു c1 e റേസ് ടു m1x പ്ലസ് c2 e റേസ് ടു m2x എന്നാണ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ്റെ പേര് ഓക്സിലറി ഇക്വേഷനാണ്. ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ സെക്കൻഡ് ഡെറിവേറ്റീവിന് m², ഫസ്റ്റ് ഡെറിവേറ്റീവിന് m, പിന്നെ ടേം വേരിയബിളിന് 1 എന്ന് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഒരു റൂട്ടേ കിട്ടുള്ളൂ. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് ഇവിടെ 2 റൂട്ട് കിട്ടി. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഒരു റൂട്ടേ ഉള്ളെങ്കിൽ നമുക്ക് y ഈക്വൽ ടു c1 e റേസ് ടു mx എന്ന് എഴുതിയാൽ മതി. ഒരു റൂട്ടേ ഉള്ളെങ്കിൽ ഇവിടെ 2 റൂട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ c1 e റേസ് ടു mx പ്ലസ് c2 e റേസ് ടു m2x എന്ന് എഴുതുന്നു. ഇനി ആ 2 റൂട്ട്സും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ m1ഉം m2ഉം സെയിം ആണ്. m1 ഈസ് ഈക്വൽ ടു m2 ഈസ് ഈക്വൽ ടു m ആണെങ്കിൽ റൂട്ട്സ് എഴുതുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. c1 പ്ലസ് c2 x ഇൻറ്റു e റേസ് ടു mx എന്നാണ് എഴുതുക. അപ്പോൾ ഈ ഒരു തിയറി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഹോമോജീനിയസ്, അതായത് റൈറ്റ് സൈഡ് 0 ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് ജനറൽ സൊല്യൂഷൻ എഴുതുന്ന മെത്തേഡ് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കമ്മിങ് ബാക്ക് ടു അവർ ഇക്വേഷൻ, നമുക്കിവിടെ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് നമ്മൾ എഴുതിയത് 4x ഡാഷ് മൈനസ് 3 പ്ലസ് കെ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇത് ചെയ്തതുപോലെ തന്നെ ഇവിടെ എക്സ് ഡാഷ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. അപ്പോൾ എക്സ് ഡാഷിന് m എന്ന് കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേരിയബിളാണ്, അതിന് 1 കൊടുക്കുക. ഇവിടെ എക്സ് ഡബിൾ ഡാഷ് ഉണ്ടെങ്കിൽ നമ്മൾ m² എന്ന് കൊടുക്കും. എക്സ് ഡബിൾ ഡാഷ് ഇല്ല, ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. സോ എക്സ് ഡാഷിന് m എന്ന് കൊടുക്കുക. അപ്പം നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ 4 ഇൻറ്റു എക്സ് ഡാഷ് m ആണല്ലോ മൈനസ് 3 പ്ലസ് കെ ഇൻറ്റു 1 ഈക്വൽ ടു 0. അതായത് 4m ഈസ് ഈക്വൽ ടു 3 പ്ലസ് കെ എന്നും m ഈസ് ഈക്വൽ ടു 3 പ്ലസ് കെ ഡിവൈഡഡ് ബൈ 4 എന്നും കിട്ടി. ഓക്കെ, സോ നമുക്ക് ഒരു റൂട്ടാണ് കിട്ടുക. ആ റൂട്ട് 3 പ്ലസ് കെ ബൈ 4 ആണ്. അപ്പം ഒരു റൂട്ടാണെങ്കിൽ, സിംഗിൾ റൂട്ടാണെങ്കിൽ സൊല്യൂഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? c1 e റേസ് ടു ഇവിടെ y ആണെങ്കിൽ നമ്മൾ y എന്ന് വേണം കേട്ടോ എഴുതാൻ. എക്സ് ഇവിടെ എക്സിൻ്റെ സൊല്യൂഷൻ നമ്മൾ എക്സ് എന്നാണ് കേട്ടോ എഴുതുക. ജനറൽ സൊല്യൂഷൻ എക്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്, ക്യാപിറ്റൽ എക്സ്. ഈ ഇക്വേഷൻ y2 ഡാഷിലായതുകൊണ്ട് നമുക്ക് y എന്ന് എഴുതാം. ഓക്കെ,
ഓക്കെ, y2 ഡാഷിലാണ് y is a ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. സോറി, y is equal അപ്പോൾ c1 e raised to m1x mx ഒരു റൂട്ടേ ഉള്ളെങ്കിൽ നമുക്ക് c1 e raised to mx എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു റൂട്ടേ ഉള്ളൂ m. അതുകൊണ്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ ഏതാണ് സോൾവ് ചെയ്തത്? എക്സ് ഡാഷ് ആണ്. സോ നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത് എക്സ് ഈക്വൽ ടു, ഇപ്പോൾ വൈ ഡാഷിന് എഴുതുമ്പോൾ വൈ ഈക്വൽ ടു എന്ന് എഴുതുന്നത് പോലെ എക്സ് ഡാഷിൻ്റെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു c1 e raised to എമ്മിൻ്റെ സ്ഥാനത്ത് 3 + k ഡിവൈഡഡ് ബൈ 4x എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടി എക്സ്. ഇതേപോലെ തന്നെ നമ്മളിനി വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അടുത്ത ഇക്വേഷൻ എടുക്കാം, അതായത് അടുത്ത റേഷ്യോ എടുക്കാം, അതായത് -y' ഡിവൈഡഡ് ബൈ y is equal to k എടുക്കാം. -y' ഡിവൈഡഡ് ബൈ y is equal to k. ഇതിനെ നമ്മൾ ഇതേമാതിരി സിംപ്ലിഫൈ ചെയ്താൽ -y' is equal to ky, അല്ലെങ്കിൽ നമ്മൾ മൈനസ് കളയണമെങ്കിൽ y' is equal to -ky എന്നും y' + ky is equal to 0 എന്നും കിട്ടും. ഇവിടെയും വീണ്ടും നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ y' m എന്ന് കൊടുക്കുക, yക്ക് 1 എന്ന് കൊടുക്കുക. അപ്പോൾ m പ്ലസ്, സോ വി ഹാവ് m പ്ലസ് yക്ക് 1 ആണല്ലോ കൊടുക്കുക, m + k is equal to 0 which implies m is equal to -k. So in this we have the solution m is equal to -k ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും സൊല്യൂഷൻ എഴുതി, ഇവിടെ വൈയിലാണല്ലോ ഇക്വേഷൻ, അപ്പോൾ y ആണ് സൊല്യൂഷൻ. y is equal to എന്താണ് വരിക? c1 ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് ഇവിടെ നമുക്ക് c2 e raised to എന്ന് എഴുതാം. c2 e raised to -k. നമ്മൾ എക്സ് എന്നല്ല എഴുതേണ്ടത്, കാരണം y is a ഫംഗ്ഷൻ ഓഫ് y എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് c2 e raised to -ky എന്നാണ് കേട്ടോ എഴുതേണ്ടത്. ഇവിടെ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ഇവിടെ y is എ ഫംഗ്ഷൻ ഓഫ് y ആണ്. സോ നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനൽ സൊല്യൂഷൻ u is equal to c1 e raised to 3 + k divided by 4x into c2 e raised to -ky എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്ക് u is equal to, we have got u is equal to c1 c2 ഒരുമിച്ച് എഴുതിയാൽ c1 into c2 e raised to 3 + k by 4x into e raised to -ky എന്ന് എഴുതാം. വേണമെങ്കിൽ കുറച്ചും കൂടെ c1 ആൻഡ് കോൺസ്റ്റൻറ്റ്, c2 is another കോൺസ്റ്റൻറ്റ്, അതിന് പകരം നമുക്ക് a എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സോ a ഇൻറ്റു e raised to, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ e raised to m ഇൻറ്റു e raised to n എന്ന് പറയുന്നത് e raised to m + n ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം. 3 + k ഡിവൈഡഡ് ബൈ 4x + ky -ky. സോ ദിസ് ഈസ് വാട്ട് അവർ സൊല്യൂഷൻ ഈസ്. പക്ഷേ ഇത് ഫൈനൽ സൊല്യൂഷൻ അല്ല, കാരണം നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ തന്നിരിക്കുക? u of x0 is equal to 2 into e raised to 3x. So we have given u of x0 is equal to 2 into e raised to 3x. ആക്ച്വലി u എന്ന് എഴുതിയാലും അതിൻ്റെ അർത്ഥം u of xy എന്നാണ് അല്ലേ? u is a function of x and y, and that is we got a into e raised to 3 + k divided by 4x -ky എന്ന് കിട്ടിയിട്ടുണ്ട്. Now we will apply the initial conditions here. Let initial conditionൽ എന്താണ് ചെയ്യുന്നത്? yക്ക് നമ്മൾ 0 എന്ന് പുട്ട് ചെയ്യണം, അതായത് u of x0 ഈക്വൽ ടു, ഇവിടെ yക്ക് നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a ഇൻറ്റു e raised to 3 + k ഡിവൈഡ് ബൈ 4 ഇൻറ്റു എക്സ്. yക്ക് 0 ആയതുകൊണ്ട് സെക്കൻഡ് ടേം 0 ആയി പോകും. സോ u of x0 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2 ഇൻറ്റു e raised to 3x ആണ്. So the boundary condition is given 3 + k divided by 4 into x. Now comparing both sides, we get a യുടെ സ്ഥാനത്ത് 2 ആണ്. So we get a is equal to 2. Also 3x എന്നുള്ള സ്ഥാനത്ത് 3 + k by 4x ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 3 is equal to 3 + k by 4 ആണ്. That is 3 + k is equal to 4 into 3 12 ആണ്. That implies k is equal to 12 minus 3, that is so we will get 9, right? So we get k is equal to 12 minus 3 9. That is we got a is equal to 2 and k is equal to 9. a യും k യും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സൊല്യൂഷനിലേക്ക് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ദാറ്റ് ഈസ് അവർ സൊല്യൂഷൻ യു ഈസ് ഈക്വൽ ടു എക്ക് പകരം നമുക്ക് 2 എന്ന് പുട്ട് ചെയ്യാം. ഇ റേസ് ടു 3 പ്ലസ് കെ ബൈ 4x അല്ലേ, അപ്പോൾ 3 പ്ലസ് കെ ഈസ് 9 ഡിവൈഡ് ബൈ 4 എക്സ് മൈനസ് കെ വൈ ആണ്. കെ ഈസ് 9, സോ ഇറ്റ് ഇസ് 9y. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു ഇ റേസ് ടു 9 പ്ലസ് 3 12 by 4 that is 3x minus 9y. So this is the solution by the method of separation of variables. അപ്പോൾ നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഫൈനൽ കോൺസ്റ്റൻസ് കണ്ടുപിടിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യാം. ഇനി ഓരോ സ്റ്റെപ്പും നിങ്ങളൊന്നും കൂടെ റിവൈൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ജനറൽ സൊല്യൂഷൻ ഹോമോജനസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രീവിയസ് പ്രിലിമിനറി നോളജ് ആവശ്യമാണ്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.